ഇത് വെറും ഒരു ഫ്ലാറ്റ് എഡ്ജ് ചെറിയ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്യാവുന്ന ചെറിയ റോപ്പൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്യാവുന്ന ഒരു നൈഫാണ്. ഏതൊരു നൈഫാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക, പ്രോപ്പർലി കവേർഡ് ആയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഇഞ്ചുറി പറ്റാൻ സാധ്യതയുണ്ട്. നമ്മുടെ റക്സാക്ക് ബാഗോ അല്ലെങ്കിൽ നമ്മുടെ ബാക്ക് പാക്കിനോ ഒക്കെ കേടുപാടുകൾ പറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രോപ്പർലി കവേർഡ് ആയിട്ടുള്ള നൈഫ്സ് മാത്രം ഉപയോഗിക്കുക. ഇത് അനദർ കൈൻഡ് ഓഫ് നമുക്ക് ഒരു ഫോൾഡ് ചെയ്യാവുന്ന നൈഫാണ്. ഇതിനൊരു ലോക്ക് കൂടെയുണ്ട്, നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു ലോക്ക് കൂടെയുണ്ട്. കാരണം വെച്ചാൽ പെട്ടെന്ന് ഫോൾഡിങ് നൈഫ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അല്ലെങ്കിൽ അപകടത്തിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ഈ ലോക്ക് ഇട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പോകത്തില്ല. ഇത് വളരെ ക്വാളിറ്റിയുള്ള നൈഫാണ്. ഇത് മൾട്ടി പർപ്പസാണ്. ഇതും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഞാൻ എല്ലാം തന്നെ മറ്റേ സ്കാൻഡി ഗ്രൈൻഡഡ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. സ്കാൻഡിനേവിയൻ ഗ്രൈൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. ടോപ്പ് ടു ബോട്ടം സ്റ്റീൽ ബോഡിയാണ്. ഇതെല്ലാം കരാബിനർ കണക്ട് ചെയ്യാവുന്ന ഒരു രീതിയിലുള്ള നൈഫാണ്. അടുത്തൊരു നൈഫ് നമ്മുടെ ഒരു സർവൈവൽ സ്റ്റിക്ക് കം നൈഫാണ്. ഞാൻ മുമ്പ് വീഡിയോകൾ ചെയ്തിട്ടുണ്ടെന്ന് കരുതുന്നു. ഈ നൈഫ് നമുക്ക് സ്റ്റിക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഒരു സർവൈവൽ പർപ്പസിന് കാട്ടിലേക്ക് നടന്നു പോകുമ്പോഴൊക്കെ നമുക്ക് ഇതൊക്കെ ഉപയോഗിക്കുന്നത് നമുക്കൊരു ഹണ്ടിങ് പർപ്പസിനൊന്നുമല്ല. നമുക്ക് ബുഷ് ക്രാഫ്റ്റിംഗ് ലൈക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു കാട്ടുവള്ളി വെട്ടണോ അല്ലെങ്കിൽ ചെറിയൊരു കമ്പ് വെട്ടണോ അല്ലെങ്കിൽ ഒരു വഴി തെളിയിക്കേണ്ട ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഫയർ മേക്കിംഗ് പർപ്പസിനൊക്കെയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇത് ചെറുതായി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനുള്ളിലൊരു നൈഫുണ്ട്. നമുക്ക് ലെങ്ത് കൂട്ടി ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. ഈ നൈഫും ഞാൻ ഉപയോഗിക്കാറുള്ളതാണ്. കാട്ടിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഓൺലൈനിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതിനൊന്നും വലിയ വില വരുന്ന നൈഫ്സ് അല്ല.